മേഖലകളിൽ ആ തരത്തിലേക്ക് ഇത്തവണ പിന്നിൽ പോയിട്ടുള്ള നമുക്ക് സീമാഞ്ചൽ മേഖല ഒന്ന് പരിശോധിക്കാം. സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഒക്കെ നിർണായകമായ AIM ഒക്കെ മത്സരിക്കുന്ന മേഖലയാണ്. അവിടെ ഇത്തവണത്തെ ചിത്രം ഇങ്ങനെയാണ്. ഇന്ത്യ സഖ്യത്തിന് 25 സീറ്റുകൾ, അതിൽ ഇന്ത്യ സഖ്യത്തിന് RJDക്ക് 19 സീറ്റുകളും CPI-ML 4 സീറ്റുകളിലും മുന്നേറുന്നുണ്ട്. അത് സ്വാഭാവികമായും അവിടെ ഒരു കനത്ത തിരിച്ചടി അവർക്ക് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. അവിടെ NDAക്ക് 13ഉം ഇന്ത്യ സഖ്യത്തിന് 11ഉമുണ്ട്. കഴിഞ്ഞ തവണത്തെ ചിത്രം ഇങ്ങനെയാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ തവണത്തെ ചിത്രത്തെക്കാൾ മെച്ചപ്പെട്ട പ്രകടനം സീമാഞ്ചൽ മേഖലയിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. AIMന് വലിയ തോതിൽ വോട്ട് കട്ടറാവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ 2020 ചിത്രം ഇങ്ങനെയാണ്. 2020 105 എന്നുള്ളത് വലിയ കണക്കാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ എണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശേഷം വന്ന കണക്കുകൾ കൂടി ചേർത്താണ് 105 സീറ്റുകൾ ലീഡ് ചെയ്യുകയാണ് NDA. വലിയ ലീഡിലേക്ക് NDA പോകുന്നു. അതിൽ തന്നെ BJPയും JDUവും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ മുന്നേറുമ്പോൾ MGBയിൽ ആകെ RJD മാത്രമാണ്. ഇന്ത്യ സഖ്യത്തിൽ RJDയുടെ മാത്രം മുന്നേറ്റമാണ്. 39 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് നിലനിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. NDA 107ലേക്ക് ഉയർന്നു. 122 മാജിക് ഫിഗർ, കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. 107 എത്തിക്കഴിഞ്ഞു. 169 സീറ്റുകളിലെ ലീഡ് വന്നപ്പോൾ തന്നെ 109ലേക്ക് NDA വന്നു കഴിഞ്ഞു. BJP JDU സഖ്യം വന്നു കഴിഞ്ഞു. അതിൽ തന്നെ BJP 46ഉം JDU 48 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. ഏതാണ്ട് തുല്യ രീതിയിൽ തന്നെ അവരുടെ പ്രകടനം പോകുന്നു. അതേസമയം മറുവശത്ത് RJDയുടെ ഒറ്റക്കരുത്തിൽ